ഇന്ന് കാണാൻ നല്ല സുന്ദരിയാണല്ലോ. അതെയോ സർ, സാറിനെ കാണാൻ വരുന്നോണ്ടാ. ശരി, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കൊള്ളാം. നിങ്ങൾ നാളെ തൊട്ട് വാ, നമുക്ക് ജോലി തുടങ്ങാം കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് മെയിൽ ചെയ്യാം. അത് നിങ്ങൾ നാളെ നന്നായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടാ. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. നീ വല്ല സ്ക്രിപ്റ്റും വായിച്ചോ? എനിക്ക് ലൂപ്പ് ഹോൾസ് കാണുന്നുണ്ട്. ഞാനും ഇത് വായിച്ചു നോക്കി. ഞാനും ഇതില് കുറെ തെറ്റ് കണ്ടു. എന്താ ഞാൻ പറഞ്ഞത്? എനിക്ക് ഇതില് കുറെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയെന്നാ. നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. എന്ത് കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കി എടുക്കാം. So guys, how are you? I'm good. Good sir. സ്ക്രിപ്റ്റ് വായിച്ചോ രണ്ടുപേരും? ആ സർ, ഞാൻ വായിച്ചു. എന്നാ പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ പിന്നെ എന്താ മനസ്സിലായേ? സർ, എനിക്കും മനസ്സിലായത് ഈ സ്റ്റോറിയിൽ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ സ്റ്റോറി കുറച്ചും കൂടി നന്നാക്കി എടുക്കണം. അതുമല്ല, ആവശ്യമില്ലാത്ത കുറെ ക്യാരക്ടേഴ്സും ഇതിലുണ്ട്. പിന്നെ സർ, വേറെയും കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ കുറച്ച് ഡെവലപ്പ് ചെയ്തെടുക്കണം. പിന്നെ സർ, ഈ ഹീറോയുടെ ക്യാരക്ടറില്ലേ സർ, ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ ഹീറോയുടെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് അതത്ര പോരാന്നോ. സോ ഞാനെന്താ പറയുന്നതെന്ന് വെച്ചാ കുറച്ചും കൂടി പവർഫുൾ ആക്കി എടുക്കണം ആ ഹീറോയുടെ ക്യാരക്ടർ നമുക്ക്. വെരി ഗുഡ് താനിയ, ഇംപ്രസീവ്. പിന്നെ അഭി, താനും സ്ക്രിപ്റ്റ് വായിച്ചു കാണുമല്ലോ? അതെ, ഞാനും ഈ സ്ക്രിപ്റ്റ് വായിച്ചു. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ ഈ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ഒന്ന് റൈറ്റ് ചെയ്യണം എന്നാ. എന്നിട്ട് ക്യാരക്ടേഴ്സിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല, അഭി എന്താ ഈ പറഞ്ഞു വരുന്നത്? സർ, അഭിയും പറഞ്ഞു വരുന്നത് അത് തന്നെയാ. സ്ക്രിപ്റ്റ് കുറച്ചും കൂടി ടൈറ്റ് ആക്കി എടുക്കണം. പിന്നെ ആ ചില ക്യാരക്ടേഴ്സ് ഇല്ലേ, അതൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി എടുക്കണം എന്നാ പറയുന്നത്. ഓക്കെ, ഗുഡ്. ശരി, നമുക്ക് ഈ കാര്യം നാളെ ഡിസ്കസ് ചെയ്യാം. ശരി സർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഇതാണ് ആ സ്ക്രിപ്റ്റ്. അബി, ഈ 3-ാം നമ്പർ സീനില്ലേ, ഇതിനെപ്പറ്റി എന്താ എഴുതിയിരിക്കുന്ന അവിടെ? സാർ, ഈ ക്യാരക്ടറിന് പുറത്തിറക്കണം. ഇത് ഇങ്ങനെ വെച്ചാ സെറ്റാവില്ല. എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. സർ, അബി എന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാ ഈ ക്യാരക്ടേഴ്സ് ഇല്ലേ, ഇത് കുറച്ചുകൂടി വലുതാക്കി എടുക്കണമെന്നാ. ഓ, അത് ശരി. പിന്നെ ഈ 5-ാം നമ്പർ സീൻ ഇത് എഡിറ്റ് ചെയ്തോ? കുറച്ച് ഇതിനൊന്ന് ട്രിം ചെയ്തേക്ക്, വളരെ ലെങ്തി ആയിട്ട് തോന്നുന്നു. ഇത് എടുത്ത് കട്ട് ചെയ്ത് മാറ്റി ഇതിനെ ഇവിടെ. ഇല്ല, ഈ ലൈൻ നിങ്ങൾ കട്ട് ചെയ്തില്ലേ, അത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇത് കട്ട് ചെയ്യണ്ട, ഇത് അവിടെ ഇരുന്നോട്ടെ. ഇതിനെ തൊടാതെ തന്നെ നോക്കി ഇതിനെ എങ്ങനെയാ ചെറുതാക്കാൻ പറ്റുന്നതെന്ന്. ശരി.
സർ ഇതിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്തെടുക്കണം. ആഡ് ചെയ്ത ഇത് ഇനിയും വലുതാവില്ല. ഞാനിത് ചെറുതാക്കാൻ നോക്കുകയല്ലേ. ഡയലോഗിന്റെ മോഡ് അത് തന്നെ ആയിരിക്കണം, പക്ഷെ ഡയലോഗ് കുറച്ചുകൂടി ചെറുതാവണം. സർ അതല്ല ഇത്. ഓ അത് ശരി, മോളത്തത്. ഓക്കെ 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 ഓക്കെ. ആ ഇത് ചെയ്യാൻ പറ്റും. ആ ശരി. നീ പറഞ്ഞത് ശരിയാ. നിനക്ക് ഈ പ്രോബ്ലം ചെറുപ്പം മുതലേ ഉണ്ടോ? ആ എനിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ട്. കുറെ അധികം ഡോക്ടേഴ്സിനെയും കാണിച്ചു, ഒന്നും ശരിയായില്ല. പക്ഷേ തമാശയാ, എന്നെ കാണുമ്പോ എല്ലാവർക്കും തമാശയാ. അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? നീ എന്തിനാ എന്നെ നിന്നു കൊടുക്കുന്നേ? കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവും. നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? കോൺഫിഡന്റ് ആവണം. ഇല്ല, കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ട്. എന്നെ തന്നെ കണ്ടില്ലേ? എനിക്ക് ഐഡിയാസ് കൊടുക്കാൻ പറ്റും, പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിന്നെ കണ്ടോ, നിനക്ക് സംസാരിക്കാനാ ബുദ്ധിമുട്ട്, പക്ഷെ അടിപൊളിയായിട്ട് നീ എഴുതുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാ. നമുക്ക് വേഗം ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ സാറിന്റെ വീട്ടിലെത്താൻ ലേറ്റ് ആവും. ശരിയാ, പോവാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കേ. താങ്ക് യു സർ. ഇന്ന് കാണാൻ നല്ല സുന്ദരിയാണല്ലോ. അതെയോ സർ, സാറിനെ കാണാൻ വരുന്നോണ്ടാ. സർ, സർ എന്തായി നോക്കുന്നേ? പേന എവിടെയാ? പേനേ? പെൻ സാറിന്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. ശരി, ഇത് കറക്റ്റ് ചെയ്തേക്ക്. അബി, ഞാനൊരു കാര്യം പറയട്ടെ? ആ പറഞ്ഞോ. ഈ ഷർട്ട് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു. ഇത് സെലക്ട് ചെയ്തത് എന്റെ ബർത്ത്ഡേക്ക് എന്റെ അമ്മ തന്നതാ. എന്നാ പിന്നെ അമ്മയോട് തന്നെ പറയണം, നല്ല അടിപൊളി ചോയ്സ് ആണെന്ന്. ഞാൻ ചെന്ന് ആരാൻ നോക്കാം. എക്സ്ക്യൂസ് മീ മാം, നിങ്ങൾക്ക് ആരെയാ കാണണ്ടേ? രാജൻ, രാജൻ, രാജൻ. എന്തു പറ്റി? രാജൻ, ഇവളോട് പറ എനിക്ക് ആരെയാ കാണണ്ടേന്ന്. തനിയ, ഇത് കാജലാണ്, എന്റെ ഫ്രണ്ടാ. ഐ എം സോറി മാം. നിങ്ങളിരുന്ന് നിങ്ങളുടെ ജോലി ചെയ്യേ, ഞാനിപ്പോ വരുന്നു. ശരി സർ. അത് ശരി, അപ്പൊ ഇവിടെ പണി നടക്കുന്നില്ല, ഗോസിപ്പ് നടക്കാണല്ലേ? അത് മാഡത്തിന് എന്തെങ്കിലും വേണമായിരുന്നു? എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഞാനത് സ്വയം അങ്ങ് എടുക്കും. ഇത് എന്റെ വീടാ. സോറി മാം. അതിരിക്കട്ടെ, നീ ഇവിടെ ജോലിക്ക് കയറിയിട്ട് എത്ര ദിവസമായി? ഒരുപാടൊന്നും ആയില്ല, ഒരു 15-20 ദിവസമായി. ഞാൻ രാജനോടൊപ്പം കഴിഞ്ഞ 4 വർഷമായി ജോലി ചെയ്യുന്നുണ്ട്.
സീ ദ ഡിഫറൻസ്. അതുകൊണ്ടാ പറയുന്നത് എന്റെ മുമ്പിൽ ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കണ്ട. മനസ്സിലായോ? മനസ്സിലായി മാം. ഇല്ല, എനിക്ക് തോന്നുന്നു നമുക്ക് രാജുവിന്റെ ക്യാരക്ടർ ചെറുതായിട്ട് വെച്ചേ പറ്റൂ. നമ്മൾ അതിനെ സ്ട്രോങ്ങോ അല്ല കൂടുതൽ ലെങ്തി ആക്കുകയാണെങ്കിൽ അത് ഹീറോയുടെ ക്യാരക്ടറിനെ ബാധിച്ചേക്കും. പക്ഷേ സർ, ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോവില്ലേ? കാരണം രാജുവിന്റെ ക്യാരക്ടർ തീരെ ചെറുതാക്കി വെച്ചിരിക്കുക. ആ ക്യാരക്ടർ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി എടുക്കണം. കാരണം കഥ പോകുന്നത് അവനുമായി ബന്ധപ്പെട്ടാണ്. ആ, അത് ശരിയാ. പക്ഷെ ഹീറോയുടെ ക്യാരക്ടർ ഇതിന്റെ മുമ്പിൽ ചെറുതായിട്ട് തോന്നരുത്. പക്ഷെ സർ, ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? കാരണം രാജുവിന്റെ ക്യാരക്ടർ ചെറുതാ, പക്ഷെ ഇംപ്രസീവാ. എനിക്കെന്താ തോന്നുന്നറിയോ രാജൻ? ഡയറക്ടർ നിങ്ങളല്ല, താനെയാണെന്നാ. എത്ര കൂളായിട്ട് അവള് നിങ്ങൾ പറയുന്നത് തട്ടിക്കളയുന്നേ. എനിക്ക് തോന്നുന്നത് മൂവി ഇവള് ഡയറക്റ്റ് ചെയ്യുന്ന. അല്ല മാഡം, സാറിന്റെ വാക്കുകൾ ഞാൻ തട്ടിക്കളഞ്ഞതല്ല. ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞേ ഉള്ളൂ. എന്തൊക്കെയായാലും അവസാനത്തെ തീരുമാനം സാറിന്റെ ആയിരിക്കില്ലേ? നിന്നെ പോലെയുള്ള പെൺകുട്ടികളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും ഒരു ഡ്രസ് ഡിസൈനറാ. കുറെ വർഷങ്ങളായി ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഞാൻ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ആര് എങ്ങനെയാണെന്ന്. അണ്ടർസ്റ്റാൻഡ്? ഇന്നലെ നിനക്ക് തോന്നിയില്ലേ കാജല് കുറച്ച് ഓവറായിട്ടാ സംസാരിച്ചെന്ന്? അതേടോ, എനിക്കും അങ്ങനെയാ തോന്നിയത്. പക്ഷേ എനിക്കെന്താ പറയാൻ പറ്റുക? അവള് സാറിന്റെ ഗേൾഫ്രണ്ട് ആണോ? അവള് അവിടെ കാണിച്ചത് വെച്ച് നോക്കുമ്പോ എനിക്കത് സംശയമുണ്ട്. ചിലപ്പോ ആയിരിക്കാം. അതൊക്കെ വിട്, നമുക്കെന്ത് കാര്യം? അവള് ഇന്നലെ നിന്നോട് സംസാരിച്ചത് കേട്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, നീ അവള് പറയുന്നതെല്ലാം ഒരു കാതില് കേട്ടിട്ട് മറ്റൊരു കാതിന് പുറത്തെടുത്ത് കളഞ്ഞേക്കണം. കാരണം അവള് പറയുന്നതെല്ലാം വേസ്റ്റ്. അതിനെക്കുറിച്ച് ഓർത്ത് നീ വെറുതെ വിഷമിക്കണ്ട. ഒരു സെക്കൻഡ്, നിനക്കെന്താ അങ്ങനെ തോന്നുന്നേ ഞാൻ അവളുടെ വാക്ക് കേൾക്കുന്നുണ്ടെന്ന്? അവള് ഇന്നലെ നിന്നോട് വഴക്ക് പറഞ്ഞപ്പോ ഞാൻ നിന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. എനിക്കറിയാം അവള് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചെന്ന്. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞേ. സാറ് അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവളോട് ഒന്നും പറയാൻ പറ്റാത്ത. ഒരുപക്ഷെ സാർ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ വളരെ. നീ അതൊക്കെ വിട്ടുകളാ. വാ, നമുക്ക് പോകാം. നമുക്കിതിൽ എന്ത് കാര്യമുള്ളത്? നീ വന്നേ, ലേറ്റ് ആവുന്നു. തനിയ, നിങ്ങളൊരു കോസ്റ്റ്യൂമിന്റെ റെഫറൻസ് കാണിച്ചില്ലേ? അതൊന്നുകൂടെ ഒന്ന് കാണിച്ചേ. യെസ് സർ. നീ എന്ത് റെഫറൻസാ കാണിക്കാൻ പോന്നെ താനിയ? നിനക്ക് ഫാഷനെ കുറിച്ച് വല്ല സെൻസ് ഉണ്ടോ ഇല്ലയോ? മാം, ഞാൻ ഈ റെഫറൻസ് ഫാഷന് വേണ്ടിയിട്ടല്ല, ക്യാരക്ടറിന്റെ നീഡ്സിന് അക്കോർഡിംഗാ എടുക്കുന്നത്. അപ്പൊ ഒരു അസിസ്റ്റന്റ് എന്നെ പഠിപ്പിക്കുമല്ലേ റെഫറൻസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്? രാജൻ, നീ ഈ പെൺകുട്ടി എടുത്ത് തലയിൽ വെച്ചിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. കാജൽ, കാര്യങ്ങളുടെ പൊരുള് തിരിക്കല്ലേ? ഇല്ല, ഞാൻ വന്ന അന്ന് മുതൽ ശ്രദ്ധിക്കുക, ഈ പെൺകുട്ടിയുടെ സംസാരം വളരെ കൂടുതലാ. പക്ഷെ നീ ഇവിടെ ഒരു വാക്ക് പോലും പറയുന്നില്ല. ഇപ്പൊ ഇവളെന്നെ പഠിപ്പിക്കാൻ തുടങ്ങി ജോലി എങ്ങനെ ചെയ്യണമെന്ന്. കാജൽ, ഞാൻ താനയോട് എന്താ ചെയ്യാൻ പറഞ്ഞത്? അവള് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോ ഈ റെഫറൻസ് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. അല്ല, ഇപ്പൊ ഇതിനകത്ത് ടെൻഷൻ എടുക്കേണ്ട കാര്യം എന്താ? അല്ല, ഇവിടെ എന്താ ഈ നടക്കുന്നേ? നീ എന്തിനാ ഈ പെൺകുട്ടിയെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നേ? നീ എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയാവോ? അവർ രണ്ടുപേരും എന്റെ അസിസ്റ്റൻസാ. അസിസ്റ്റന്റ് ഒക്കെ ആയിരിക്കാം, പക്ഷെ ആ പെൺകുട്ടി അസിസ്റ്റന്റിന് മേളിലാന്നാ എനിക്ക് തോന്നുന്നേ. ഞാൻ കുറെ ദിവസമായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്, നീ അവളെ അളവിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ എന്ത് ബന്ധം അവളുമായിട്ട്? അതോ നിനക്ക് അവളോട് പ്രേമം തുടങ്ങിയോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ജോലി സ്ഥലത്ത് ജോലിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിന്റെ തലയിൽ എങ്ങനെ കയറുന്നെന്ന് ആർക്കറിയാം?
ഈ അബിയുടെ ഒരു കാര്യം, ഇവൻ ഇന്ന് നോക്കി സുഖമില്ലാതെ കിടപ്പായി. ഞാൻ ജോലി എങ്ങനെ തീർക്കും? ഫോണും എടുക്കുന്നില്ല ഇവൻ. ആ താടകം ഇനി എന്നെ എന്തൊക്കെയാണാവോ പറയുക. അബി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സഹായമായേനെ, ഒരു സപ്പോർട്ട് കിട്ടിയേനെ. ഇതെന്താ പറ്റിയേ? ഗേറ്റ് തുറന്നു കിടക്കുകയാണല്ലോ, അകത്തും ആരുമില്ല. എല്ലാരും എങ്ങോട്ടാ പോയത്? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി you, sir. ബർത്ത്ഡേ കേക്ക്. ഇതൊക്കെ എനിക്ക് വേണ്ടിയാണോ? ആ, നിനക്ക് വേണ്ടി തന്നെ. ഞാൻ പോയി പാട്ടിട്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. ആ? ഓക്കേ. വേണ്ട സർ. എടോ കുടിക്കടോ, ഇന്ന് തന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ അല്ലേ, കുടിക്കേ.
കാണിച്ചേ? അബി സർ, നിങ്ങൾ എന്തായി ചെയ്തേ? സർ 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 പ്ലീസ്, സർ 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 പ്ലീസ്, സർ സർ വേണ്ട സർ, സർ എന്നെ വിട്. രാജൻ, അവളെ വിട്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അവളെ വിടാനാ പറഞ്ഞേ. നീ എന്തായി കാണിച്ചേ രാജൻ? രാജൻ, നീ എന്തിനാ അവളെ കൊന്നത്?